ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്ന് ഉണ്ണിയപ്പം അഥവാ പനിയാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ദോശമാവ് തന്നെ മതിയാവും, പ്രത്യേകമായി അരയ്ക്കേണ്ടതില്ല. അടുപ്പിൽ ഉണ്ണിയപ്പക്കാര വെച്ച് ചൂടാകുമ്പോഴേക്കും 1/2 ടീസ്പൂൺ വീതം വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കുക. ഈ ദോശയുടെ മാവ് കുഴിയുടെ പകുതി ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് വെന്ത് കഴിയുമ്പോഴേക്കും കുറച്ച് ഭാഗം പൊങ്ങി വരും. അതുകൊണ്ടാണ് അരഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഒരു മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അടപ്പ് തുറന്ന് നോക്കുമ്പോഴേക്കും ഒരു ഭാഗം നന്നായി വെന്തിട്ടുണ്ടാവും. മറ്റേ ഭാഗം വേകാൻ വേണ്ടി ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ഈ സമയം വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല ഒരു രുചിയായിരിക്കും ഉണ്ണിയപ്പത്തിന്. ഇത് എല്ലാ ഉണ്ണിയപ്പവും ഇങ്ങനെ മറിച്ചിട്ട് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ആ വശവും കൂടി വെന്ത് കിട്ടും. സ്പൂൺ വെച്ച് വേണമെങ്കിലും നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ കൂർത്ത മുനയുള്ള ഒരു സ്റ്റീലിൻ്റെ പിച്ചാത്തിയാണ് മറിച്ചിടാൻ വേണ്ടി ഉപയോഗിച്ചത്. വീണ്ടും ഇതുപോലെ ഉണ്ണിയപ്പക്കാരയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ പകുതി ഭാഗം മാവ് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ എല്ലാ ഉണ്ണിയപ്പവും നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. രണ്ടാമത് ഒഴിച്ചു കൊടുത്ത ഉണ്ണിയപ്പവും വെന്ത് വന്നിട്ടുണ്ട്. ഇതും ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു എവർ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് വറുത്തെടുത്തുണ്ടാക്കുന്ന ഒരു അച്ചാറും കാന്താരിമുളക് ചേർത്ത് കുറച്ച് നീട്ടിയെടുക്കുന്ന വെള്ളച്ചമ്മന്തിയുമാണ്. ഇതിങ്ങനെ നല്ലതുപോലെ കുഴച്ച് കഴിക്കുക.